അറബ് രാജ്യങ്ങളുടെ അടിയന്തര മീറ്റിംഗ് അടുത്തയാഴ്ച ജിദ്ദയിൽ കൂടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ യുദ്ധഭീഷണിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് പ്രധാന ഉദ്ദേശം എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. കാര്യം എന്ന് പറയുന്നത്, പൂർണ്ണമായ രീതിയിൽ ഇനി മുന്നോട്ടുള്ള ഭാവിയിൽ അമേരിക്കയെ വിശ്വാസത്തിലെടുക്കേണ്ടതും അമേരിക്കയുടെ എല്ലാ നിലപാടുകൾക്കും കണ്ണും പൂട്ടി പിന്തുണ നൽകുന്ന പ്രവൃത്തി അവസാനിപ്പിക്കണം എന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യ, ചൈന പോലെയുള്ള മൂന്നാം ലോക ഈ സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾക്ക് പൂർണ്ണമായ രീതിയിൽ മിഡിൽ ഈസ്റ്റിൽ അംഗീകാരം നൽകുക, അവരുടെ സൈനിക ബേസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പിന്തുണയ്ക്കുക എന്നുള്ളതും യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ വലിയ ചർച്ചയാവാൻ സാധ്യതയുണ്ട്. ഒമാനാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അടിയന്തര മീറ്റിംഗ് കൂടണം എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചത്. അതോടനുബന്ധിച്ച് അത് എല്ലാ രാജ്യങ്ങളും മൊത്തത്തിൽ അംഗീകരിക്കുകയായിരുന്നു. തീയതി കാര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് അഭിപ്രായ ഭിന്നതയായിട്ട് നിലനിൽക്കുന്നത്. അതിനൊരു ഏകീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ജിദ്ദയിൽ ഉച്ചകോടി എന്ന തരത്തിൽ തന്നെ, അറേബ്യൻ ഉച്ചകോടി എന്ന തരത്തിൽ മീറ്റിംഗ് കൂടാൻ വേണ്ടിയാണ് സാധ്യത എന്ന് വിലയിരുത്തുന്നു. ഇപ്പോൾ നിലനിൽക്കുന്ന അന്തരീക്ഷങ്ങളും സാഹചര്യങ്ങളും ഏറെ സങ്കീർണമാണ്. ഭാവിയിൽ അറേബ്യൻ രാജ്യങ്ങളെ സാരമായിട്ട് ബാധിക്കുന്ന തരത്തിലാണ്. ഇത്തരമൊരു സാഹചര്യങ്ങൾ പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നതിൽ അതിൽ ഖത്തറിനെ ആക്രമിച്ചതാണ് എടുത്തു പറയാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നത്. അവർ ആ കാര്യം പറയുകയും ചെയ്തു. കാര്യം എന്ന് പറഞ്ഞാൽ, പൂർണ്ണമായിരിക്കുന്ന ഒരു വിശ്വാസം അമേരിക്കയുമായി ബന്ധപ്പെട്ട ഒരു പൂർണ്ണമായിരിക്കുന്ന വിശ്വാസം തങ്ങൾക്കത് ആശാസ്യമല്ല. അതൊരിക്കലും ലക്ഷ്യപ്രാപ്തി കൈവരിക്കുകയില്ല. മാത്രമല്ല, അമേരിക്കയുടെ താല്പര്യങ്ങളാണ് പ്രാധാന്യം. ഇറാന് നേരെയുള്ള അമേരിക്കയുടെ ഭീഷണി പല ഘട്ടങ്ങളിലും അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ്. രാഷ്ട്രീയമായ രീതിയിലുള്ള സർവാധിപത്യം അമേരിക്കക്ക് ഉണ്ടാക്കാനുള്ള പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് മുസ്ലിം സൈനിക ശക്തിയുള്ള രാജ്യങ്ങളെ ഇല്ലാതാക്കാനുള്ള പ്രവൃത്തി എല്ലാ കാലത്തും അമേരിക്ക സ്വീകരിക്കാറുള്ളത്. ഇത് പൂർണ്ണമായ രീതിയിൽ ഇതിനെ പിന്തുണക്കുക എന്നുള്ളത് അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന് മാത്രമല്ല, അത്തരമൊരു പ്രവർത്തനങ്ങളൊന്നും ഇനി ചെയ്യേണ്ടതില്ല എന്നുള്ളതും, കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും രാജ്യത്തിൻ്റേത് തുറന്നു പറയുന്ന സമീപനങ്ങൾ ഇനി ഭാവിയിൽ ഉണ്ടാകണം എന്നുകൂടി ഈ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു. അറേബ്യൻ ഉച്ചകോടി അടിയന്തരമായി തന്നെ ചേരണം എന്നുള്ള നിലപാടിൽ ഏറെക്കുറെ അറബ് രാജ്യങ്ങൾ ഏകാഭിപ്രായക്കാരാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചില കർക്കശമായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുമാണ് വിലയിരുത്തുന്നത്. അപ്പോൾ പൂർണ്ണമായ രീതിയിലുള്ള അമേരിക്കയെ പിന്തുണക്കുക എന്നുള്ള സമീപന രീതി ഏറെക്കുറെ ഒഴിവാക്കാനും സാഹചര്യത്തിനും ആവശ്യത്തിനും അനുസരിച്ചുള്ള സമീപന രീതി തുടരാനുമാണ് അഭിപ്രായം വരാൻ സാധ്യതയുള്ളത് എന്നാണ് വിലയിരുത്തുന്നത്. അതിന് സൗദി അറേബ്യയും ഒമാനും സ്വീകരിച്ച നിലപാട് മറ്റ് രാജ്യങ്ങളും സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായമുണ്ട്. അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട പിന്തുണയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് യഥാർത്ഥത്തിൽ ഇറാൻ്റെ നിലപാട് പ്രശംസനീയമാണ്. അതവർ പറയുകയും ചെയ്തു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അമേരിക്കയ്ക്ക് എയർബേസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് നിലവിൽ സൗദി അറേബ്യയിലും ഒമാനിലും ഉള്ളത്. ഇത് മറ്റുള്ള അറബ് രാജ്യങ്ങളും ഈ കാര്യങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായമാണ്. കാര്യം, അവർക്ക് പിന്തുണ നൽകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണകാര്യങ്ങളൊന്നുമില്ല. ഈ ചേരിചേരാ നയം, അത് ഇന്ത്യയുടെ ചേരിചേരാ നയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി പറ്റും. രണ്ട് രാജ്യത്തെയും ആവശ്യത്തിനും സൗകര്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് പിന്തുണക്കുന്ന സമീപനം നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യ പിന്തുടരുന്നുണ്ട്. ആ പിന്തുടർച്ച ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു തുടർച്ച നമ്മൾക്കും ആവാം. കാര്യം, അമേരിക്കയെ മാത്രം പൂർണ്ണമായ രീതിയിലും അല്ലെങ്കിൽ റഷ്യയെ മാത്രം പൂർണ്ണമായ രീതിയിലും പിന്തുണക്കുന്നതിന് പകരം ആവശ്യത്തിനും നമ്മുടെ താല്പര്യത്തിനും സൗകര്യത്തിനും അനുസരിച്ച് മാറി മാറി പിന്തുണ നൽകുന്ന സമീപന രീതികൾ ഉചിതമാണ്. ആ സമീപന രീതി ശരിയാണ് എന്ന അഭിപ്രായം ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്കുണ്ടായിരിക്കുകയാണ്. ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ വളരെ കർക്കശമായിരിക്കുന്ന ചില തീരുമാനങ്ങളും നിലപാടുകളും എടുക്കാനാണ് സാധ്യത എന്ന് വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ ഇറാന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ, ഏതൊരു സാഹചര്യത്തിനും ഏതൊരു ആവശ്യത്തിനും ഇറാനെ സഹായിക്കേണ്ടി വന്നാൽ ആ രീതിയിൽ സഹായിക്കുമെന്ന്. അത് സാമ്പത്തികം മാത്രമല്ല ഉദ്ദേശിക്കുന്നതെന്നും പറയുന്നു. ആയുധമായിട്ടോ സഹായിക്കുന്ന ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ആ കാര്യവും പരിഗണിക്കാം എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ
അമേരിക്കയെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം അമേരിക്കയെ കൊണ്ട് അമേരിക്കക്ക് മാത്രമാണ് ഗുണം, മറ്റൊരു രാജ്യത്തിനും അതൊരു ഗുണമില്ല. അവരുടെ താല്പര്യങ്ങളും അവരുടെ നിലപാടുകളും മാത്രം അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ രാജ്യം ഒതുക്കിയിരിക്കുന്നു. അത് നമ്മൾക്ക് ഭാവിയിൽ വല്ലാത്ത രീതിയിൽ ഭവിഷ്യത്തും പ്രയാസങ്ങളും ഉണ്ടാക്കും എന്നുകൂടി യഥാർത്ഥത്തിൽ പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യസ്ഥിതികൾ എന്ന് പറഞ്ഞാൽ ലോകം, അതായത് പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ്. ചൈനയെക്കുറിച്ചോ റഷ്യയെക്കുറിച്ചോ അത്തരം ഒരു പരാതി കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ അമേരിക്കക്കോ ഇസ്രായേലിനോ ഇല്ല. സൈനികപരമായ രീതിയിൽ അമേരിക്ക കഴിഞ്ഞ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം സൈനിക ബലത്തിലും ശക്തിയിലുമൊക്കെ റഷ്യയാണ്. ആണവായുധവുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ 1ാം സ്ഥാനത്താണ് റഷ്യ, 2ാം സ്ഥാനത്ത് മാത്രമാണ് അമേരിക്ക വരുന്നത്. അപ്പോൾ ഇത്രയും വലിയ 5000-ലധികം ആണവ ഫോർമുലകൾ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഈ ലോകം അപ്പാടെ നശിപ്പിക്കാൻ 5000 ആണവായുധം ആവശ്യമില്ല എന്നുള്ളതാണ്. 1,00,000 ആളുകളെ ഒരു സമയത്ത് കൊല്ലപ്പെടുത്താൻ ഒരു ആണവായുധം മതി. അങ്ങനെയാണ് ഹിരോഷിമയിൽ അമേരിക്ക പരീക്ഷിച്ചതിൽ നിന്നും ലോകം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. ഇറാനുമായിട്ടുള്ള സംഘർഷം രൂക്ഷമായാൽ, അത് യുദ്ധസമാന സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ റഷ്യ നേരിട്ട് ഇടപെടുമെന്നുള്ള ഒരു രഹസ്യ വിവരമാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു യുദ്ധമായിട്ട് ഇറാന്റെ യുദ്ധത്തെ അമേരിക്ക കാണാത്തതിൻ്റെ പ്രധാന കാരണം അതുതന്നെയാണ്. വെനിസുലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി യഥാർത്ഥത്തിൽ റഷ്യക്കുണ്ട് എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന നിലക്കും വലിയ രീതിയിലുള്ള സൗഹൃദം പങ്കിടുന്ന രാജ്യവും നയതന്ത്ര ബന്ധം നിലനിൽക്കുന്ന രാജ്യവുമാണ് വെനിസുലയും റഷ്യയും തമ്മിൽ. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അമേരിക്ക അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഇതിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റഷ്യക്ക് സാധിക്കാത്തത് ലോകാടിസ്ഥാനത്തിൽ അവർക്ക് വലിയ രീതിയിലുള്ള ക്ഷീണവും മാനസിക പ്രയാസവും ഉണ്ടായിരുന്നു. 2 ലോക ശക്തികളാണ് ഇപ്പോൾ ഉള്ളത്, ഒന്ന് റഷ്യ, ഒന്ന് അമേരിക്ക. അമേരിക്കയുടെ സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്ന കാര്യത്തിലും അവരുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിലും എല്ലാ കാലത്തും അമേരിക്ക ഇടപെടാറുണ്ട്, അമേരിക്ക അതിന് പരിഹാരം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ റഷ്യയിലെത്തുന്ന സമയത്ത് അവർ തന്നെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയും ഉക്രൈനെ പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതിനിടയിൽ റഷ്യയുമായിട്ട് ചേർന്ന് സഹകരിക്കുന്ന രാജ്യങ്ങളെ ഒറ്റ തിരിഞ്ഞുകൊണ്ട് അമേരിക്ക ആക്രമിക്കുന്നത് അവർക്ക് മാനസികമായിരിക്കുന്ന വലിയ പ്രയാസമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. അമേരിക്കയുടെ കൈവശത്തിലുള്ള വെനിസുലൻ പ്രസിഡന്റിനെ മോചിപ്പിക്കണം എന്ന് ഇതിനിടയിൽ തന്നെ 2 തവണ റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കുറ്റവാളിയാണെന്നും വിചാരണ നേരിടുകയാണെന്നും ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള മറുപടിയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമാണ്. 2ാം ഘട്ടത്തിലാണ് പിന്നീട് ഇറാനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഇടപെടലുകളും നടപടിയിലേക്കും ഈ അമേരിക്ക തുനിഞ്ഞത്. അത് 2ാമത്തെ ഒരു മേഖലാ പ്രതിസന്ധിയായിട്ട് അത് മാറുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അപ്പോൾ ഇതിൽ എന്താണ് റഷ്യയുടെ റോൾ എന്ന് വെച്ചാൽ, ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള റഷ്യയുടെ ഇടപെടൽ പൂർണ്ണമായ രീതിയിൽ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് റഷ്യ ആലോചിക്കുന്നത്. അതിന് ഇറാനെ ഇടത്താവളമാക്കിയിട്ട് അല്ലെങ്കിൽ ഇറാൻ്റെ ഭൂമിക ഉപയോഗിച്ചു കൊണ്ടായിരിക്കും ഈ ഇടപെടൽ നടത്തുക എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ഭരണകൂട സംവിധാനത്തിന് യാതൊരു ഇളക്കവും തട്ടാത്ത വിധം പൂർണ്ണമായിരിക്കുന്ന സംരക്ഷണത്തോടു കൂടി അവർ നിലനിൽക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്.